എല്ലാ ബന്ധങ്ങളിൽ നിന്നും മാറി, ഓൺലൈനുകളിൽ നിന്നും മാറി. ഇന്നെല്ലാ സ്ത്രീകളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഇടം ഓൺലൈനുകളാണ്. ടിക്ടോക്കുകൾ, ഫേസ്ബുക്കുകൾ എന്നു വേണ്ട. നമ്മുടെ പഴയകാലത്ത് വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരുന്ന മുഴുവൻ സ്ത്രീകളും ഇന്നൊരു റവന്യൂ വരുമാനം എന്ന രീതിയിൽ എല്ലാവരും നല്ല ദീനിയായി ജീവിച്ചവര് പോലും ഇതിപ്പോ എന്താ കുഴപ്പം എന്ന് കരുതി ഓരോരോ അക്കൗണ്ടുകൾ, ഓരോരോ രീതിയിലുള്ള അവരവരുടെ സേവനങ്ങൾ അതിലോട്ട് കടന്നു പോകുമ്പോ ആ സമയത്തൊക്കെ എനിക്കവരെ പോലെ സൗന്ദര്യമില്ലാഞ്ഞിട്ടല്ല, ഞാൻ അവരെ പോലെ തല തുറന്നിട്ടാൽ എനിക്ക് ഫോളോവേഴ്സ് ഉണ്ടാവാത്തത് കൊണ്ടല്ല, അവർക്ക് വിശുദ്ധമായ ദീനിനെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാപനം ആൺകുട്ടികൾക്കാണ്. ധാരാളം ആലിമീങ്ങൾ ആണുങ്ങളാണ്, ധാരാളം ഹാഫിളുകൾ പുരുഷന്മാരാണ്. ആലിമീങ്ങളായ സ്ത്രീകൾ കുറവാണ്, ഹാഫിളത്തുകളായ സ്ത്രീകൾ കുറവാണ്. യഥാർത്ഥത്തിൽ നല്ല ഇൽമ് കിട്ടേണ്ടത് ആർക്കാ? പുരുഷനാണോ സ്ത്രീക്കാണോ? ആർക്കാ കിട്ടേണ്ടത്? ധാരാളം ഇൽമ്, തഫ്സീർ, ഹദീസ്, ഈ വൈജ്ഞാനികമായ ഫിഖ്, ഇതെല്ലാം ഏറ്റവും കൂടുതൽ കിട്ടേണ്ടത് പുരുഷനാണോ അതല്ല സ്ത്രീക്കാണോ? സാമൂഹ്യമായ പശ്ചാത്തലത്തെ നോക്കുമ്പോൾ പുരുഷനാണെങ്കിലും ഒരു നല്ല കുടുംബത്തെയും ദീനിയായ ഒരു തലമുറയും വളർത്തിയെടുക്കണമെങ്കിൽ ആ ഇൽമ ഏറ്റവും കൂടുതൽ കിട്ടേണ്ടത് സ്ത്രീകൾക്കാണ്. ഇതെന്റെ അഭിപ്രായമല്ല, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് ഒരു പുരുഷന് ദീനുണ്ടായത് കൊണ്ട് അവന്റെ കുടുംബത്തിൽ അത് ഉണ്ടാകണമെന്നില്ല. കാരണം ഇന്നലക വിന്നഹാരി സബ്ഹന തവീല, പുരുഷ നീ എപ്പോഴും പകലിലെപ്പോഴും വല്ലാത്ത തിരക്കുള്ളവനാണ്. ഇന്നലക വിന്നഹാരി സബ്ഹന തവീല, പുരുഷനെ സംബന്ധിച്ചോളം പകല് വീട്ടിൽ ആ പുരുഷൻ ഉണ്ടാവണമെന്നില്ല. വൈകുന്നേരം വന്നാലോ പകലിന്റെ ക്ഷീണം കൊണ്ടവൻ വിശ്രമിക്കേണ്ട സമയമാണ്. പക്ഷേ പുരുഷന് ദീനുണ്ടായത് കൊണ്ട് വീട്ടിലത് പ്രയോഗവൽക്കരിക്കാൻ സമയം കിട്ടണമെന്നില്ല. പക്ഷേ ആ വീട്ടിലെ ഉമ്മയ്ക്ക് ദീനുണ്ടായാൽ 24 മണിക്കൂറും മക്കളുടെ കൂടെ തർബിയത്ത് നടത്താനും ആ മക്കളുടെ കൂടെ എപ്പോഴും സമയം ചെലവഴിക്കുന്നത് കുടുംബത്തിലെ സ്ത്രീയാണ്. അതുകൊണ്ട് സ്ത്രീ, ആ കുടുംബത്തിലെ സ്ത്രീക്ക് ഉമ്മയ്ക്ക് ദീനുണ്ടായാൽ ആ വീട്ടിലെ മക്കൾക്കത് പകർന്നു കൊടുക്കാൻ സമയമുള്ളത് സ്ത്രീകൾക്കാണ്, പുരുഷനല്ല. ഇന്നലക വിന്നഹാരി സബ്ഹന തവീല, പുരുഷ നിന്റെ ജീവിതത്തിൽ എപ്പോഴും തിരക്ക് തന്നെയാണ്. ഒരു ഉമ്മയ്ക്ക് ദീനുണ്ടെങ്കിൽ, ഈ അടുത്ത സമയത്ത് ഒരു വാഫി സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഞാൻ വാഫിയാണ്, എന്റെ ഭാര്യ വഫിയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ അറബി കോളേജില് കുട്ടികൾക്ക് തഫ്സീറിന്റെ ക്ലാസ് എടുത്തിട്ട് അറബി കോളേജിൽ നിന്ന് വരുന്ന വീട്ടിൽ വന്നപ്പോ മഗ്രിബ് കഴിഞ്ഞ് എന്റെ ഭാര്യയായ വഫിയ എന്റെ പെമ്മക്കൾക്ക് റിയാദ് സാലിഹീൻ ദർസ് എടുക്കുകയാണ്. ആലോചിച്ച് നോക്കി, മഗ്രിബ് കഴിഞ്ഞിട്ട് ഉമ്മ ഇരുന്നിട്ട്, ഹദീസിലെ ഒരു പ്രധാനപ്പെട്ട അടിസ്ഥാന ഗ്രന്ഥമാണ് റിയാദ് സാലിഹീൻ. ആ റിയാദ് സാലിഹീൻ അർത്ഥം വെച്ച് മക്കളെ പഠിപ്പിക്കണമെങ്കിൽ ആ ഉമ്മയ്ക്ക് അത്യാവശ്യം ദീന് വേണം. വാപ്പ ദറസില് ആൺകുട്ടികൾക്ക് ദറസ് എടുത്തിട്ട് വരുമ്പോ ഉമ്മ വീട്ടിലിരുന്നിട്ട് റിയാദ് സാലിഹീൻ പഠിപ്പിച്ചു കൊടുക്കുന്നു പെൺമക്കൾക്ക്. ഹദ്ദസനാ റസൂലുള്ളാഹ്, ഹബീബായ നബി തങ്ങൾ പറഞ്ഞ ഹദീസ് ഇതാണ്. ഓരോ ബാബുകൾക്കും വെച്ച് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഗാർഹികമായ അന്തരീക്ഷത്തെ നേടിയെടുക്കാൻ നമ്മുടെ സ്ത്രീ സമൂഹത്തെ സംബന്ധിച്ചോളം ദുനിയാവിന്റെ എല്ലാ ബന്ധങ്ങളിൽ നിന്നും മാറി, ഓൺലൈനുകളിൽ നിന്നും മാറി. ഇന്നെല്ലാ സ്ത്രീകളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഇടം ഓൺലൈനുകളാണ്. ടിക്ടോക്കുകൾ, ഫേസ്ബുക്കുകൾ എന്നു വേണ്ട. നമ്മുടെ പഴയകാലത്ത് വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരുന്ന മുഴുവൻ സ്ത്രീകളും ഇന്നൊരു റവന്യൂ വരുമാനം എന്ന രീതിയിൽ എല്ലാവരും നല്ല ദീനിയായി ജീവിച്ചവര് പോലും ഇതിപ്പോ എന്താ കുഴപ്പം എന്ന് കരുതി ഓരോരോ അക്കൗണ്ടുകൾ, ഓരോരോ രീതിയിലുള്ള അവരവരുടെ സേവനങ്ങൾ അതിലോട്ട് കടന്നു പോകുമ്പോ ആ സമയത്തൊക്കെ എനിക്കവരെ പോലെ സൗന്ദര്യമില്ലാഞ്ഞിട്ടല്ല, ഞാൻ അവരെ പോലെ തല തുറന്നിട്ടാൽ എനിക്ക് ഫോളോവേഴ്സ് ഉണ്ടാവാത്തത് കൊണ്ടല്ല, പക്ഷേ എനിക്കവരെ പോലെ ആളുകളുടെ റീച്ച് എനിക്ക് കിട്ടാത്തത് കൊണ്ടല്ല, ആവശ്യത്തിന് സൗന്ദര്യമുള്ളിടത്തോടൊപ്പം തന്നെ തലമറച്ച് ഹിജാബ് ധരിച്ചു പർദ്ദ ധരിച്ച് ഞാൻ അള്ളാഹു ഏൽപ്പിച്ച എന്റെ ദൗത്യത്തെ ഞാൻ ഏർപ്പെടാനുള്ള കാരണം അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, വകുല്ലിൽ മുഅ്മിനാത്തി യഗ്ളുൽന മിൻ അബ്സാരിഹിന്ന വയഹ്ഫളന ഫുറൂജഹുന്ന
വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ ലിബൂലതിഹിന്ന വആബാഇ ബൂലതിഹിന്ന വബിനാഇഹിന്ന വബിനാഇ ബൂലതിഹിന്ന. ഇത്ര ആളുകളുടെ മുമ്പിലല്ലാതെ നിന്റെ മുഖവും മുൻകൈയും കാണാൻ പാടില്ലെന്ന് എന്റെ സിട്ടാവായ അല്ലാഹു എന്നോട് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് മാറി നിൽക്കുന്നതെന്ന് ധാർമ്മികമായി ചിന്തിച്ചിട്ട് അല്ലാഹു എന്നെ ഏൽപ്പിച്ചത് എന്റെ കുടുംബമാണ്. ആ കുടുംബത്തെ നോക്കി തർബിയത്ത് നടത്തേണ്ട ജോലി എന്റേതാണ്. അല്ലാഹു എന്നെ ഏൽപ്പിച്ച ജോലി ടിക്ടോക്ക് അല്ല, ഫേസ്ബുക്കുകളല്ല. അല്ലാഹു എന്നോട് ഒരേ ഒരു ജോലി ഏൽപ്പിച്ചിട്ടുള്ളൂ. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. ഓ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും നിന്റെ സ്വന്തം ശരീരത്തെയും വഅഹ്ലീകും നിങ്ങളുടെ കുടുംബത്തെയും. എന്നെ കേൾക്കാനെത്തുന്ന പ്രിയപ്പെട്ട സഹോദരിമാരോട് അല്ലാഹു നമ്മളെ ഏൽപ്പിച്ച ഒരേ ഒരു ചുമതല, പെങ്ങളെ നിന്റെ സ്വന്തം ശരീരത്തെയും നിന്റെ ഭർത്താവിനെയും നിന്റെ മക്കളെയും കത്തിക്കാളുന്ന നരകത്തിൽ നിന്ന് സംരക്ഷിക്കണേ. കത്തിക്കാളുന്ന നരകത്തിൽ നിന്ന് സംരക്ഷിക്കണേ. ആ ജോലി ഒരു പെണ്ണിന്റെ ജോലിയാണ്. എന്റെ പെൺമക്കൾക്ക് ഞാൻ ആദ്യം തന്നെ തർബിയത്ത് നടത്തണം. എന്റെ കുടുംബത്തെ എനിക്ക് വളർത്തിക്കൊണ്ടുവരണം. എന്റെ ഭർത്താവിനെ എനിക്ക് നരകത്തിൽ നിന്ന് തടങ്ങണം. എനിക്ക് ഈ ലോകത്തിലെ ഏറ്റവും നല്ല സ്ത്രീയായി ജീവിക്കണം. ഏറ്റവും നല്ല സ്ത്രീയാരാ? ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ പെണ്ണല്ല. ലോകത്തിലെ ഏറ്റവും നല്ല പെണ്ണാരാ? ആ പെണ്ണ് ഏറ്റവും സൗന്ദര്യമുള്ളവളല്ല. ലോകത്തിലെ ഏറ്റവും നല്ല പെണ്ണാരാ? മിസ്സിന്റെ അല്ല. ലോകത്തിലെ ഏറ്റവും നല്ല പെണ്ണാരാ? മിസ് യൂണിവേഴ്സ് അല്ല. ലോകത്തിലെ ഏറ്റവും നല്ല പെണ്ണാരാ? മിസ് ഏഷ്യ അല്ല. ലോകത്തിലെ ഏറ്റവും നല്ല പെണ്ണാരാ? വാർത്തയിലെ താരമല്ല. ലോകത്തിലെ ഏറ്റവും നല്ല പെണ്ണാരാ? ലോകത്തിലെ ഏറ്റവും നല്ല സ്ത്രീയുടെ അടയാളം എന്താ? ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും നല്ല സ്ത്രീ അവളാരാ? കപോലതലങ്ങളിൽ മാരിവില്ലിന്റെ മനോഹാരിതയുള്ളവളല്ല. കണ്ണിഴക്കോടുകളിൽ മാരിവില്ലിനെ മരച്ചവളല്ല. കരിമിഴിക്കോടുകളിൽ കരിമശി ചേർത്തു വെച്ചവളല്ല. ലോകത്തിലെ ഏറ്റവും നല്ല സ്ത്രീകളും മദീനയിലെ സ്ത്രീകളാ, അൻസാരികളായ സ്ത്രീകളാ. എന്താ കാരണമെന്നറിയോ? സൗന്ദര്യത്തിന്റെ മാനദണ്ഡത്തിലല്ല, സൗരഭ്യത്തിന്റെ മാനദണ്ഡത്തിലല്ല. ഈ ചോർന്നൊലിക്കുന്ന ഈത്തപ്പന മരത്തിന്റെ ഓല കൊണ്ടുണ്ടാക്കിയ കൊച്ചുകുടില് ഈത്തപ്പന മരത്തിന്റെ ഓല താട വിരിച്ചിട്ടിട്ട് മണൽത്തരികളുടെ മുകളിൽ കിടന്നുറങ്ങുമ്പോഴും കിടന്നുറങ്ങാൻ ഒരു ബെഡ്റൂം പോലും ഇല്ലാതെ ദാരിദ്ര്യത്തിന്റെ പരിവട്ടത്തിൽ കണിഞ്ഞ സ്ത്രീകൾ. ഭൗതിക സുഖങ്ങളില്ല, എയർ കണ്ടീഷൻ, സമശീതോഷ്ണ ഉപാധിയില്ല. ദുനിയാവിലൊരു പെണ്ണാഗ്രഹിക്കുന്നതൊന്നുമില്ല. ചുറ്റുപാടുള്ള സ്ത്രീകൾ മുഴുവനും ചുവന്നു തൊടുത്ത ഒട്ടകത്തിന്റെ മുകളില്. അറബികളുടെ ഏറ്റവും വലിയ വാഹനം ചുവന്ന ഒട്ടകമാണല്ലോ. ജിയാദു ബനി അബീ ബക്കറിൻ തസാമാ അലാ കാനൽ മുസവ്വമത്തിൽ ഇറാബി. ആ ഒട്ടകത്തിന്റെ ജിയാദു ബനി അബീ ബക്കറിൻ തസാമാ, ചുവന്നു തൊടുത്ത കുറിയുള്ള ഒട്ടകത്തിന്റെ പേരിൽ മേനി നടിച്ചിട്ട് ഒട്ടകപ്പുറത്തില് രത്നങ്ങൾ ധരിച്ച് മദീനയിലും മക്കയിലെയും പെണ്ണുങ്ങൾ ആർഭാടം നടത്തുമ്പോ കൈബാലയത്തിന്റെ ചുറ്റു സ്ഥാപിക്കപ്പെട്ട വിഗ്രഹത്തിന്റെ മുമ്പില് നൂൽ ബന്ധമില്ലാതെ നഗ്ന നൃത്തം ചവിട്ടിയ അക്കാലഘട്ടത്തില് അകരെ നിന്ന് വിദേശരാട്ടത്തെന്ന് റോമയിൽ നിന്നും പേർഷ്യയിൽ നിന്നുള്ള സുന്ദരി പെണ്ണുങ്ങളും വമിൻ കുറുബി സ്വദേശികളായ മക്കയിലെ പെണ്ണുങ്ങളും കഅബാലയത്തിന് മുമ്പിൽ തുണിയടിഞ്ഞാടുമ്പോ ആ സമയത്ത് ഈ കാഴ്ചകളൊക്കെ കാണുന്ന കാലത്ത് പെങ്ങളെ ആയിഷ ബീവി ഇത് കാണാന്നിട്ടല്ല, സൈനബ് ബീവി ഇത് കാണാന്നിട്ടല്ല, സഫിയ ബീവിയുടെ കണ്ണുടക്കാന്നിട്ടല്ല. ഈ കാലഘട്ടത്തെക്കാൾ മോശമായ ഉടുതുണി ബന്ധമില്ലാതെ
സർവ്വവിധ പേക്കൂത്തുകളും നിറഞ്ഞ കാലത്താണ് ആയിഷ ബീവിയെ കുറിച്ച് സല്ലല്ലാഹു റസൂല് പറയുന്നത്, ലോകത്തിലെ ഏറ്റവും നല്ല സ്ത്രീകൾ മദീനയിലെ പെണ്ണുങ്ങളാ. കാരണം പട്ടിണി കിടക്കുമ്പോൾ ഒട്ടിയ വയറുമായിട്ട് കിടക്കവേ രാവിലെ ഭർത്താക്കന്മാര് ഒട്ടകപ്പുറത്ത് കയറിയിട്ട് കച്ചവടത്തിന് പോകുമ്പോ ഭർത്താവിനെ യാത്രയാക്കാമെന്ന് ഭക്ഷണത്തിന്റെ തളികയെടുത്തിട്ട് തോൽപാത്രത്തിൽ വെച്ച് അവസാനം ഒട്ടകത്തെ തെളിക്കുന്നൊരു ചെറിയ വടിയെടുത്ത് കയ്യിലേക്ക് വെച്ച് ഭാര്യ മക്കളോട് സലാം പറഞ്ഞ് ഭർത്താക്കന്മാര് കച്ചവടത്തിനിടങ്ങുമ്പോ ഒട്ടകത്തിന്റെ കടിഞ്ഞാണിൽ ഇടത്തെ കൈ പിടിച്ചിട്ട് വലത്തെ കൈ കൊണ്ട് ഭർത്താവിന്റെ കൈയും പിടിച്ചിട്ട്, എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ, എനിക്കും മക്കൾക്കും ഹലാലായ ഭക്ഷണം ഉണ്ടാക്കാൻ നിങ്ങൾ കച്ചവടത്തിന് പോവുകയല്ലേ, എനിക്ക് നിങ്ങളോടൊരു വസിയത്ത് പറയാനുണ്ട്. ചിന്തിക്കാൻ കഴിയില്ല സഹോദര, എല്ലാം വാരി വെട്ടി വിഴുങ്ങുന്ന ഒരു കാലത്ത് മുഹിരിയാരങ്ങനെ പലതും പറയും, ഇസ്ലാങ്ങൾ പലതും പറയും. നമുക്ക് പണമല്ലേ വലുതെന്ന് പറഞ്ഞു കൊടുക്കുന്ന പതിയുടെ മനസ്സിൽ പറഞ്ഞു നടക്കുന്ന ഭാര്യമാരുടെ കാലത്ത് അവരുടെ ഇടത്തെ കയ്യിൽ ഒട്ടകത്തിന്റെ കടിഞ്ഞാൺ പിടിച്ച് വലത്തെ കയ്യിൽ കൈ പിടിച്ചിട്ട്, ഭർത്താവേ എത്ര പട്ടിണി ഉണ്ടെങ്കിലും ഞങ്ങൾ സഹിച്ചോളാം, ഞാനും എന്റെ മക്കളും എത്ര വേണമെങ്കിലും പട്ടിണി കിടക്കാം, കഴിക്കാൻ ഭക്ഷണമില്ലെങ്കിൽ ഞങ്ങൾ തറയിലേക്ക് കമന്ന് കിടന്നിട്ട് ഞങ്ങളുടെ വയറ് തറയിൽ ഒട്ടിച്ചു പിടിച്ച് വലത്തെ കൈ അടിവയത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് വിശപ്പ് സഹിച്ച് ഞങ്ങൾ കിടന്നോളാം, പട്ടിണി എത്ര വേണമെങ്കിലും സഹിച്ചോളാം. പക്ഷേ വലാ നസ്ബിറു അലന്നാർ, കത്തിക്കാളുന്ന നരകത്തിന്റെ ചൂട് സഹിക്കാൻ എനിക്കോ എന്റെ മക്കൾക്കോ സാധ്യമല്ല കേട്ടോ. അതുകൊണ്ട് ഇയ്യാക വകസ്ബുൽ ഹറാം, കച്ചവടത്തിന് പോയിക്കോളൂ. ആ കച്ചവടത്തിന് ഹറാമിന്റെ ഒരു തുള്ളി വൈകുന്നേരം ഞങ്ങളുടെ ആമാശയത്തിൽ വരാനിടയാവരുത്. ഹലാലല്ലാത്തൊരു സമ്പാദ്യവുമായി തിരിച്ചു വന്നാൽ അതെനിക്ക് പൊരുത്തമല്ലെന്ന് കച്ചവടത്തിന് ഇറങ്ങുന്ന നേരത്ത് ഒട്ടകത്തിന് മൂക്കുകയറിൽ പിടിച്ചിട്ട് ഭർത്താവിനെ ഉപദേശിച്ചു കൊടുത്ത മദീനത്തെ പെണ്ണുങ്ങളാണ്. ലോകത്തിലെ ഏറ്റവും നല്ല സ്ത്രീകളെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇതിനാണ് തർബിയത്ത് എന്ന് പറയാ. ഇതിനാണ് തർബിയത്ത് എന്ന് പറയാ. എന്താ തർബിയത്തിന്റെ കോഴ്സ്? ഹലാലും ഹറാമും വേർതിരിച്ചറിയുന്ന കോഴ്സ്. ഞാൻ സമയത്തിന്റെ പരിമിതി കൊണ്ട് പറയുന്നില്ല. എന്തിനാ തർബിയത്ത് വിടുക? ഭർത്താവിനോട് ഹറാമ് പറ്റില്ല, നമ്മുടെ മക്കളെ ഹലാല് കൊടുത്ത് വളർത്തണമെന്ന് പറയാൻ. ഇത് ഹറാം, ഇത് ഹലാൽ എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ, ജലാലിന്റെ വിധിവിലക്കുകളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ, നന്മകളെ ഓർത്ത് ജീവിതത്തിൽ ചെയ്യാവുന്ന നന്മകൾ മുഴുവനും ചെയ്യാൻ. അള്ളാഹു നമ്മുടെ മക്കളെ അങ്ങനെ ആക്കി മാറാകട്ടെ. ജാമിയ ജലാലിയയിൽ ഒരു തർബിയത്ത് കോഴ്സ് ഉണ്ട്. എന്താ തർബിയത്ത്? കുനൂത്തോടാൻ പഠിപ്പിക്കലല്ല, വജ്ഹത്തോടാൻ പഠിപ്പിക്കൽ മാത്രമല്ല, ഹറാമിനെയും ഹലാലിനെയും വേർതിരിച്ചറിയാൻ തന്റെ മക്കൾക്ക് തർബിയത്ത് കൊടുക്കാൻ. എന്റെ ഭർത്താവ് വല്ലാതെ ദൂരത്തേക്ക് പോകുമ്പോ മക്കൾക്ക് തർബിയത്ത് കൊടുക്കാൻ. പരാവാരം പോലെ പരന്നു കിടക്കുന്ന മരുഭൂമിയിൽ കൈക്കുഞ്ഞിനെയും തന്നിട്ട് പോകുന്നുണ്ട് ഉപ്പ. 8 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ആ പൊന്നുമോന്റെ അടുക്കൽ വന്ന് ഭാര്യയോട്, ഇന്ന് രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു, നമ്മുടെ മോനെ അറുത്തു കൊടുക്കണം. 8 വർഷം നിങ്ങൾ എവിടെയായിരുന്നു എന്നുള്ള ചോദ്യമില്ല. പിറ്റേ ദിവസം രാവിലെ പ്രിയപ്പെട്ട ഇസ്മായിലിനെ കൈപിടിച്ചു മൂർച്ചയുള്ള കത്തിയും പിടിച്ച് നടന്നു പോകുന്ന സമയത്ത് വാതിൽപ്പടിയിൽ ഒരു പാവപ്പെട്ട പെണ്ണിന്റെ കണ്ണ് നിറയുന്നുണ്ട്. കറുകറുത്ത അമേരു വർഗത്തിൽപ്പെട്ട പാവപ്പെട്ട ഒരു പെണ്ണ്, ഹാജർ റളിയല്ലാഹു അൻഹ. മരുഭൂമിയിൽ കൊണ്ടുപോയി പാറക്കെട്ടിലേക്ക് മലത്തിക്കടത്തിയിട്ട് കത്തിവെക്കാൻ പോകുമ്പോ മകൻ പറയുന്നുണ്ട്, ഉപ്പ 8-9 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് ഉപ്പായെ കാണുകയാണ്. മുല കുടിക്കുന്ന പ്രായത്തിൽ ഉമ്മാടെ നെഞ്ചിലിട്ടിട്ട് പോയതാണ് വാപ്പ. ആ കുട്ടിക്ക് പരാതിയില്ല, പരിഭവം ഇല്ല. നമ്മുടെ മക്കളാണെങ്കിലോ പറഞ്ഞ മൊബൈൽ മേടിച്ചു കൊടുത്തില്ലെങ്കിൽ ഒരു പിറ്റേ ദിവസം റെയിൽവേ ട്രാക്കിൽ കയറി പോകും. പറയുന്നത് അവര് വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ വാപ്പയെ ശപിക്കുന്ന മക്കൾ, ഈ വാപ്പ എന്തിനെന്ന് ചോദിക്കുന്ന മക്കൾ. ഇസ്മായിലിൽ പാഠമുണ്ട്. എന്റെ പെങ്ങളെ ആരാണ് ഇസ്മായിൽ എന്ന ചരിത്ര പുരുഷൻ അലൈഹിസ്സലാത്തു വസ്സലാം ലോകത്തിന് സമ്മാനിച്ചത്? മലത്തി കടത്തി കത്തി വെക്കുമ്പോ 8 വയസ്സുകാരൻ വാപ്പ
അറുക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ മോനെ, വാപ്പ എന്നെ കമിഴ്ത്തി കിടത്തി അറുക്കണം. എന്റെ മോനെ, എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് എന്റെ ഉപ്പാന്റെ പിച്ചാത്തിപ്പിടി മുറുകില്ല, കമഴ്ത്തി കിടക്കും. രണ്ടാമത്, അറുക്കുന്നതിന് മുമ്പ് എന്റെ കൈയും കാലും കെട്ടണം. എന്റെ മോനെ, കത്തി വെച്ച മുറിക്കുമ്പോ എനിക്ക് വേദന വരുമ്പോ ഞാൻ കിടന്ന് കൈകാലിട്ടടിച്ചു പെടയും. എന്റെ പെടച്ചിൽ കാണുമ്പോ വാപ്പാടെ ഈമാൻ ചിലപ്പോ ദുർബലമായി ഇതിൽ നിന്ന് പിന്തിരിഞ്ഞാൽ, ഇല്ല വാപ്പ, എന്റെ കൈയും കാലും നന്നായിട്ട് മുറുക്കിക്കട്ടെ, എന്റെ കൈയും കാലും അടിച്ചു പെടയരുത്. മൂന്നാമത്, ആ മോൻ കത്തിപ്പിടിയുടെ താഴെ പറയുന്നൊരു വാക്കുണ്ട്, എന്നെ അറുത്തു കഴിഞ്ഞാൽ എന്റെ രക്തം പുരണ്ട വസ്ത്രം എന്റെ ഉമ്മാനെ കാണിക്കരുത്. വാപ്പയില്ലാത്ത കാലത്ത് കൺമണിയെ പോലെ ചേർത്ത് പിടിച്ച് എന്റെ വളർത്തിയ ഉമ്മാക്ക് എന്റെ രക്തം കണ്ട വസ്ത്രം സഹിക്കാൻ പറ്റില്ല, എന്റെ വസ്ത്രം കാണിച്ചു കൊടുക്കരുത്. മൂന്നാമത് പറഞ്ഞു, ഉമ്മയോട് എന്റെ ഇസ്മായിലിന്റെ സലാം പറയണം, സ്വർഗത്തിൽ വെച്ച് കാണാമെന്ന് പറയണം. വാപ്പയില്ലാതെ ഒരു മരുഭൂമിയിൽ നിൽക്കുന്ന കാലത്ത് ഇങ്ങനെ പറയാൻ കഴിയുന്ന ഒരു മകനെ ഇബ്രാഹിം നബിക്ക് സമ്മാനിച്ചതാരാ? ഹാജർ റളിയല്ലാഹു അൻഹു. ഹാജർ റളിയല്ലാഹു, ബഹുമാനപ്പെട്ട മൗലാന നമ്മുടെ സദസ്സിലേക്ക് വരികയാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. ഞാൻ പറഞ്ഞതുപോലെ കറക്റ്റ് 8:30 ഇൻഷാ അല്ലാഹ് എന്റെ പരിപാടി അവസാനിക്കും. ഞാൻ കറക്റ്റ് ടൈം നോക്കിയിട്ട് അടിയിരിക്കും. ഖൈറുൽ കലാമി മാ കല്ലാവതല്ല, അരോചകമാകും വിധം സുദീർഘമാവാത്ത അത്യദ്യോതകവും ആശയ സമ്പുഷ്ടവുമുള്ള പ്രഭാഷണമാണ് അത്യുത്തമം. ഇവിടെ ഇസ്മായിൽ നബിയെ സമർപ്പണ ബോധത്തോടെ കൊടുത്തതാരാണ്? ഹാജർ റളിയല്ലാഹു അൻഹ. വാപ്പ ഇല്ലാത്ത സമയത്ത് മകന് കൊടുക്കുമ്പോ, മോനെ, വാപ്പ ഇബ്രാഹിം നബി ഫലസ്തീനിലേക്ക് പോയത് അള്ളാഹുടെ ദീൻ പറയാൻ വേണ്ടിയാണ്, നമ്മൾ ഉപേക്ഷിച്ചിട്ട് പോയത്. അതുകൊണ്ട് വാപ്പയോട് പരിഭവം കാണിക്കരുത്, വാപ്പയോട് പക കാണിക്കരുത് മോനെ എന്ന് പറഞ്ഞു കൊടുത്ത ഹാജർ എന്ന് പറയുന്ന ഉമ്മ. ഓരോ നേരത്തെ ഭക്ഷണം മക്കളെ വായിൽ വെച്ച് കൊടുക്കുമ്പോ, മക്കളെ, ഈ ഭക്ഷണം എന്തെന്നറിയോ? ചടയമംഗല സ്റ്റാൻഡിൽ കിടന്നിട്ട് വാപ്പ 3 ചക്രമുള്ള ഓട്ടോറിക്ഷ ഓടിച്ച് പൊരി വെയിലത്ത് സമ്പാദിച്ചുകൊണ്ട് വരണതാണ്. ഈ പൈസ, ഈ ഒരു ഉരുള ഭക്ഷണം ഗൾഫിൽ കിടന്ന് വാപ്പ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് അയച്ചു തരുന്നതാണെന്ന് വാപ്പ ഇല്ലാത്ത സമയത്ത് വാപ്പയുടെ ത്യാഗത്തെ കുറിച്ച് പറഞ്ഞ് മക്കളുടെ മനസ്സിന്റെ ഉള്ളിൽ വാപ്പയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന ഒരു പെണ്ണിനെയാണ് തർബിയത്തുള്ള പെണ്ണ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ രാവിലെ വാർത്ത വരുന്നു, പ്രവാസിയുടെ ഭാര്യ ഇന്നയാളുടെ കൂടെ ഒളിച്ചോടി. വാർത്ത അറിഞ്ഞ നാട്ടുകാരൊക്കെ പറഞ്ഞെന്നാണല്ലോ, എന്തായാലും അവൻ വന്നിട്ട് 5 വർഷമായില്ലേ, അവളെ ഒരു പരാതി പറയാൻ പറ്റുമോ? അപ്പോൾ നമ്മുടെ ന്യായം എവിടെ? അവൻ 5 വർഷമായി വന്നിട്ട് പാവപ്പെട്ടവൻ കഷ്ടപ്പെട്ടോ വിസ കുടുക്കിലായിട്ടോ ബ്ലോക്കായിട്ടോ വരാത്തതാണ്. ഇവൾക്ക് ഭർത്താവിനെ വഞ്ചിക്കാനുള്ള ന്യായമായി നമ്മൾ പറയുന്നത് ഈ ഒരു കാലയളവാണെങ്കിൽ, ആ സമയത്ത് തന്റെ ഭർത്താവ് അകലെ നിൽക്കുന്ന സമയത്ത് ഹാജറ ബീവിയെ കുറിച്ച് ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു പെണ്ണിനെ വാർത്തെടുക്കുന്നതിന്റെ പേരാണ് തർബിയത്ത്. അതിന്റെ പേരാണ് തർബിയത്ത്. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഞാൻ ചെയ്തതാണ് വലുത് എന്ന അഭിമാനത്തോടെ പറയാൻ കഴിയുന്നതിന്റെ പേരാണ് തർബിയത്ത്. ആദ്യത്തെ ഹിജറ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ പോകുന്നത് ഭർത്താവിന്റെ കൂടെയാണ്. ആദ്യത്തെ ഹിജറ, എത്യോപ്യയിലേക്കുള്ള ഹിജറ പോകുന്നത് കപ്പലിലാണ്. ആദ്യത്തെ കപ്പൽ യാത്ര. ഇതേവരെ ഒട്ടകപ്പുറത്ത് മാത്രം യാത്ര ചെയ്ത ഒരു കുടുംബം പറഞ്ഞു, ഉമ്മു സലമ, നിന്റെ ഭാര്യ നിന്റെ ഭർത്താവിന്റെ കൂടെ നീ പോയിക്കോളൂ, ഉമ്മു സുലൈം നീ പോയിക്കോളൂ, എത്യോപ്യയിലേക്ക് ഹിജറ പോണം. 80 പേരടങ്ങുന്ന ഒരു സംഘം കൈക്കുഞ്ഞിനെയും കയ്യിൽ പിടിച്ച് കടലിന്റെ തിരമാലകളുടെ മുകളിലൂടെ അറേബ്യയിൽ നിന്ന് ആഫ്രിക്കയിലേക്ക് ഒരു പലായനം ചെയ്തു. നാട് വിട്ട്, വീട് വിട്ട്, കൂടുവിട്ട്, എല്ലാം എന്റെ റബ്ബിന്റെ ദീനിന് വേണ്ടിയാണെന്ന് കരുതി അതിന്റെ മുമ്പിൽ നിന്നൊരു പെണ്ണിന്റെ പേരുണ്ട് ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ. മുസ്ലിം റളിയല്ലാഹു അൻഹ നേരെ എത്യോപ്യയിൽ പോയി. ആ ചരിത്രം പറയാൻ സമയമില്ല, ഭാഷ അറിയില്ല, ആളെ അറിയില്ല. കരകരുത്ത ആഫ്രിക്കയുടെ ഇടയിൽ വർഷങ്ങളോളം കൈക്കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് മദീനയിൽ മക്കയിൽ കടന്ന് സഹാബത്തുകളും നബിതങ്ങളും പീഡിപ്പിക്കപ്പെടുമ്പോ അവരങ്ങ് പോയി. അറിയാൻ വാട്സപ്പില്ല, ഫേസ്ബുക്കില്ല, ഒരു വാർത്താവിനിമേ ഇല്ല. അവസാനം അല്ലാഹുവിന്റെ റസൂലിനെ കാണാതെ ഹബീബിന്റെ നാട്ടിൽ നിന്ന് അകലെ കിടന്ന് നാട്ടിലെ വിവരമറിയില്ല, ബന്ധുക്കളുടെ വിവരമറിയില്ല, ഒന്നും അറിയാതെ വർഷങ്ങളോളം ഭാഷ അറിയാത്ത ആഫ്രിക്കയിൽ പിഞ്ചു കുഞ്ഞുങ്ങിനെയും ചേർത്ത് വെച്ചുകൊണ്ട് നടക്കുമ്പോ ആരോ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലും മദീനയിലേക്ക് ഹിജറ വന്നിട്ടുണ്ട്.
ഉമ്മു സുലൈമുമായ തോപ്പിലേക്ക് ഹിജറ പോയ സംഘം അള്ളാന്റെ റസൂലും മക്കയിലല്ലേ തിരിച്ചു പോകാൻ കഴിയാത്തതുള്ളൂ. ഹബീബ് മദീനയിലെത്തിയിട്ടുണ്ടെന്ന് ദീർഘനാള് സഞ്ചരിച്ച കടൽ വഴി അവര് നേരം മദീനയിലെത്തി. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ അള്ളാന്റെ റസൂലിനെ കണ്ടോളാൻ വയ്യ. അള്ളാഹുവിന്റെ പ്രവാചകനെ കാണാൻ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയും കുടുംബവും കൂടി നേരെ വരുമ്പോ പള്ളിയിൽ വരുമ്പോ അള്ളാന്റെ റസൂൽ എവിടെയില്ല. ഹബീബായ നബി തങ്ങൾ ആരോ പറഞ്ഞു ഹഫ്സ ബീവിയുടെ വീട്ടിലിരിക്കുന്നുണ്ട്. അള്ളാന്റെ റസൂലിനെ ഒന്ന് കാണാനുള്ള ആഗ്രഹത്തോടെ വർഷങ്ങളോളം കട്ടപ്പാട് സഹിച്ചു, വിരസത സഹിച്ചു, വിരഹം സഹിച്ച് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ഹഫ്സ ബീവിയുടെ വീട്ടിലെത്തുമ്പോ അള്ളാന്റെ റസൂല് ഹഫ്സ ബീവിയുടെ വീട്ടിലുമില്ല. ഹഫ്സ ബീവിയോട് സംസാരിച്ചിരിക്കുമ്പോഴാണ് ഹഫ്സ ബീവിയുടെ പിതാവായ ഉമർ റളിയല്ലാഹു അൻഹു വരുന്നത്. അപരിചിതയായ ഒരു പെണ്ണിനെ തന്നെ മകളുടെ വീട്ടിൽ കണ്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മോളെ ഹഫ്സ, അതാരാണ് മോളെ? ഹഫ്സ ബീവി പറഞ്ഞു, ഉപ്പാ, അതാദ്യമായ തോപ്പിയിലേക്ക് ഹിജറ കടൽ കടന്ന് ഹിജറ പോയ സംഘത്തിലെ ഉമ്മു സുലൈമാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഉടനെ ചോദിച്ചു, ആ ബഹിരിയത്തു ഹാദിഹി, ആ കടൽ കടന്നു പോയ കടലിലെ പെണ്ണാണോ അത്? മുള്ളാന്റെ ചോദ്യമാണത്. ആ ബഹിരിയത്തു ഹാദിഹി, കടൽ കടന്നു പോയ പെണ്ണാണോ അത്? അതേ എന്ന് പറയവേ മദീനയിൽ വലിയ ചർച്ചയാണ്. ആദ്യം ഹിജറ ചെയ്ത സംഘത്തിന്റെ ത്യാഗത്തെ കുറിച്ചുള്ള ചർച്ച മുടുകവേ ഒരു ചെറിയ അസൂയയോടെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പെണ്ണെ ഉമ്മു സുലൈമേ, നിങ്ങളാണ് ആദ്യത്തെ ഹിജറ പോയത്. മദീനയിലേക്കുള്ള ഹിജറ രണ്ടാമത്തെ ഹിജറയാ. പക്ഷേ ഉമ്മു സുലൈമേ, ഹിജറ ചെയ്ത മുഹാജിരീങ്ങളുടെ പ്രതിഫലത്തില് ഒന്നാമത് രണ്ടാമത് ഹിജറ ചെയ്ത ഞങ്ങൾക്കാ. കാരണം സബഖനാകും ബിൽ ഹിജറത്തി മഅ റസൂലില്ലാഹ്, ഹിജറ ചെയ്തപ്പോ ഞങ്ങളുടെ കൂടെ അല്ലാഹുവിന്റെ റസൂലുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ കൂടെ ഹബീബായ നബി തങ്ങളില്ലല്ലോ. അതുകൊണ്ട് രണ്ടാമത്തെ ഹിജറ ചെയ്ത ഞങ്ങൾക്കാണ് പ്രതിഫലം കൂടുതൽ. ഇത് കേട്ട ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പൊട്ടിക്കരഞ്ഞുകൊണ്ട് താൻ അനുഭവിച്ച ദീനിന്റെ ത്യാഗത്തിന് പ്രതിഫലം കുറവാണെന്ന് ഉമർ പറഞ്ഞപ്പോ മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിനോട് പരാതി പറയാറ് ഇനി ഉമറേ, നിന്നോട് മിണ്ടുന്ന പ്രശ്നമില്ല. ചുരുക്കി പറയട്ടെ, പൊട്ടിക്കരഞ്ഞുകൊണ്ട് മദീനത്തെ പള്ളിയിലെത്തുമ്പോ തൊള്ളിയിൽ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നബി മുഹമ്മദ് മുസ്തഫ. എന്തേ ഉമ്മു സുലൈമേ? ഉമർ പറയുന്ന നബിയെ, ഞങ്ങളുടെ ഹിജറക്ക് പ്രതിഫലം കുറവാണ്, മദീനക്കാരുടെ ഹിജറക്കാണ്, മദീനയിലേക്ക് വന്ന ഹിജറക്കാണ് പ്രതിഫലം കൂടുതലെന്ന്. അല്ലാഹുവിന്റെ റസൂൽ എന്ത് ചെയ്തെന്നറിയോ? ഹബീബ് ഒരു മനഃശാസ്ത്ര സമീപനമുണ്ട്. ഉമ്മു സുലൈമേ, കരയണ്ട വഇന്ന ലഹും അജ്റൻ വാഹിദ വലക്കും അജ്റൈൻ. ഉമറിനും കൂട്ടർക്ക് ഒരൊറ്റ പ്രതിഫലമേ ഉള്ളൂ, നിങ്ങൾക്ക് രണ്ട് പ്രതിഫലമാണ്. അവർക്ക് ഹിജറ ചെയ്ത പ്രതിഫലമേ ഉള്ളൂ. ഉമ്മു സുലൈമേ, നിങ്ങൾക്ക് ഹിജറ ചെയ്ത പ്രതിഫലം, രണ്ടാമത് കടൽ കടന്ന് ആദ്യത്തെ ഹിജറ ചെയ്ത പ്രതിഫലം നിങ്ങൾക്ക് രണ്ടാണ്, അവർക്ക് ഒന്നേ ഉള്ളൂ. ഉമറിനും സിദ്ദീഖിനും ഒന്നേ ഉള്ളൂ. നിങ്ങളുടെ ത്യാഗമാണ് ത്യാഗം ഉമ്മു സുലൈമേ. ഉമ്മു സുലൈം റളിയല്ലാഹു തആല ചിരിച്ചു അത്രേ. സഹോദര, ഹബീബായ നബി തങ്ങളുടെ വഫാത്തിന് ശേഷവും മുമ്പുമൊക്കെ ഒരു രാത്രിയിലും മദീനത്തെ പെണ്ണുങ്ങൾ ഒരുമിച്ച് കൂടും. അവർ ഉമ്മു സുലൈമിനെ വിളിച്ചു വരുത്തും. എന്നിട്ട് എല്ലാ പെണ്ണുങ്ങളും അയൽപക്ക കൂട്ടം കൂടുന്നത് പോലെ എല്ലാ പെണ്ണുങ്ങളെയും വിളിച്ചിരുത്തിയിട്ട് ആദ്യത്തെ ഹിജറ ചെയ്ത സഹോദരിമാര് ചോദിക്കും, ഉമ്മു സുലൈമേ, അല്ലാഹുവിന്റെ റസൂല് നമ്മളെ കുറിച്ച് അന്നെന്താ മദീനയിൽ പറഞ്ഞത്? ഉമ്മു സുലൈം എഴുന്നേറ്റിട്ട് പറയും, ആ പുരുഷന്മാർക്ക് ഒരു പ്രതിഫലമേ ഉള്ളൂ, നമുക്ക് രണ്ടെണ്ണം അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞടാ. മരിക്കുന്നത് വരെ ഏത് സന്ദർഭത്തിൽ ഏത് സ്ഥലത്ത് കൂടിയാലും ആ ഹിജറ സംഘത്തിലെ പെണ്ണുങ്ങൾ ഉറക്കെ പറയും, ഞങ്ങളെക്കാൾ പ്രതിഫലമാർക്കാണുള്ളത്. സഹോദര, സഹോദരി, കയ്യിൽ കിടക്കുന്ന വളയുടെ കണക്കല്ല, സ്വർണത്തിന്റെ കണക്കല്ല. ഞാൻ പതിവായി തഹജ്ജുദ് നിസ്കരിക്കുന്നവളാ, ഞാൻ നോമ്പ് പിടിക്കുന്നവളാ, ഞാൻ നിന്ന് നിസ്കരിക്കുന്നവളാ. എന്നേക്കാൾ നല്ല ഖൈർ ഈ കുടുംബത്തിൽ ഏത് പെണ്ണിനാണുള്ളതെന്ന് അഹങ്കരിക്കാൻ കഴിയുന്ന ബോധത്തിന്റെ പേരാണ് തർബിയത്ത്.
ഞാൻ ആരാ? അവളേക്കാൾ സ്ത്രീധനം കുറച്ച്, അവളേക്കാൾ സ്വർണ്ണം എനിക്ക് കുറവാ, അവളേക്കാൾ പണം എനിക്ക് കുറവാ, അവളേക്കാൾ സൗന്ദര്യം എനിക്ക് കുറവാ. പക്ഷെ ഞാനോ എന്ന് സൈനബ് ബീവി, സഫിയ ബീവിയെ കുറിച്ച് പറഞ്ഞതുപോലെ ആ പെണ്ണുങ്ങളെ വേണ്ടെങ്കിൽ അങ്ങ് തലാഖ് ചൊല്ലിയേരെ എന്ന് പറഞ്ഞപ്പോ എല്ലാരും പറഞ്ഞു, നബിയെ ആരെ തലാഖ് ചൊല്ലിയാല് സഫിയ ബീവിയെ ഒഴിവാക്കല്ലേ, ഏറ്റവും കൂടുതൽ നോമ്പ് പിടിക്കുന്ന സഫിയ ബീവിയാണ്, ഏറ്റവും കൂടുതൽ ഖിയാമുൽ ലൈൽ നിസ്കരിക്കുന്നത് അവരാണ്. ഇതിന്റെ പേരാണ് തർബിയത്ത്. എന്റെ കുടുംബത്തിൽ തഹജ്ജുദ് മുടക്കാത്തവൾ, ജലാലിയിൽ പഠിച്ച പെണ്ണ, ഏറ്റവും കൂടുതൽ നോമ്പ് പിടിക്കുന്നത് ആ മോള. ഇതിന്റെ പേരാണ് തർബിയത്ത്. ആ തർബിയത്താണ് ഇവിടെ നടത്തുക. എന്തിനാണ് മക്കളെ ഹാഫിളുകളായി, സമയം കുറവാണെങ്കിൽ 3 മിനിറ്റും കൂടെ ഉള്ളൂ, ഹാഫിളത്തുകളാക്കുക? എന്തിനാണ് മക്കളെ നമ്മൾ ആലിമത്തുകളാക്കുക? എന്റെ പൊന്നു സഹോദരങ്ങളെ, ഒന്നിനുമല്ല. നമ്മളൊക്കെ ജീവിക്കണ ആർക്ക് വേണ്ടിയാ? മക്കൾക്ക് വേണ്ടി അല്ലേ? മക്കൾക്ക് വേണ്ടി എല്ലാ സുഖങ്ങളും ഉപേക്ഷിച്ചിട്ട് നമ്മളിങ്ങനെ ജീവിക്കാൻ. അവസാനം മക്കൾ കല്യാണം കഴിച്ചു, അവർക്ക് മക്കളായി, അവര് പിന്നെ കുറെ പേര് ദുബൈയിലും കുറെ UK യിലും കുറെ ഓസ്ട്രേലിയയിലും. മരിക്കണ നേരത്ത് മയ്യത്ത് കാണാൻ മക്കള് വേണമെങ്കിൽ വല്ല റബ്ബർ വെട്ടുകാരും ആക്കണം. എന്നാൽ ഈ അക്കോണത്തെ പരിസരത്തും ഒക്കെ റബ്ബർ വെട്ടി കാണും. ബാക്കി എല്ലാവരും ഇപ്പോൾ ഓസ്ട്രേലിയയിലും UK യിലും ഒക്കെയാണ്. വാപ്പായുമായും തന്നെ അവിടെ കിടന്ന് മരിക്കാനേ പറ്റും, എത്താൻ പോലും പറ്റാത്ത ദൂരങ്ങളിലേക്ക് പോയി. എന്തായാലും ആകട്ടെ, അവസാനം മക്കളൊക്കെ പോയി. 60 വയസ്സുമ്പോ കിളവൻ കിളവിയോട് പറയും, നമ്മൾ ഒന്നും തിന്നാതെയും കുടിക്കാതെയും വളർത്തിയിട്ട് ഇപ്പൊ മക്കളവിടെ. എന്റെ പൊന്നു മനുഷ്യന്മാരെ, എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ? നിങ്ങൾ ഈ മക്കൾക്ക് വേണ്ടി എല്ലാം അങ്ങ് മാറ്റിവെക്കരുത്. ഭാര്യയും ഭർത്താവും നല്ല വസ്ത്രം ഉടുക്കൂല, നല്ല ഭക്ഷണം കഴിക്കൂല, നല്ലൊരു യാത്രയ്ക്ക് പോകില്ല, ഒരു ഉംറയ്ക്ക് പോലും പോകില്ല. പോയാൽ പിന്നെ മക്കൾക്ക് കൊടുക്കാനുള്ളത് കുറഞ്ഞു പോകുമല്ലോ. അങ്ങനെ വെച്ച് നമ്മളെല്ലാം പിശുക്കി അവസാനം വാർദ്ധക്യത്തിലാവുമ്പോഴോ നമ്മൾ ഒറ്റപ്പെടും. അതുകൊണ്ട് നമുക്ക് വേണ്ടതൊക്കെ നമ്മൾ കഴിക്കണം, ഭാര്യയും ഭർത്താവും വേണ്ടതൊക്കെ കൊടുക്കണം, ഒരു നല്ല യാത്രകളൊക്കെ പോകണം. അതിന് ബാക്കിയുള്ളത് മക്കൾക്ക് ബാക്കി വെച്ചാൽ മതി. നമ്മളൊന്നും അനുഭവിക്കാതെ അവസാനം വാർദ്ധക്യത്തിലിരുന്ന് ഇങ്ങനെ പരിഭവം പറയാനല്ല. നമ്മുടെ മക്കളെ നമുക്ക് വേണ്ടത് എവിടേക്കാണ്? ഇവിടെയല്ല. പിന്നെയോ നമുക്ക് വേണ്ടത് എവിടെയാണ്? നമുക്ക് മക്കളെ ആവശ്യമുള്ള ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലത്തേക്ക് നമ്മൾ മക്കളെ കൊണ്ടുപോവുകയാണ്. മഹാനായ അംറു ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, ഹബീബായ നബി തങ്ങളുടെ കൂടെ നിഴല് പോലെ നടന്ന സഹാബിയാ. വഫാത്തിന്റെ നേരത്ത് തന്നെ മക്കളെയും ബന്ധുക്കളെയും വിളിച്ച് അംറു ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വസിയ്യത്തുണ്ട്, മക്കളെ, ഫഇദാ അനമിതു, ഞാനെങ്ങാനും മരിച്ചു കഴിഞ്ഞാൽ ഫലാ തസ്ഹബനീ നൈഹാ, അലമുറയിട്ട് കരയുന്ന സ്ത്രീകളെ എന്റെ മയ്യത്തിന് മുമ്പിൽ കൊണ്ടുവരരുത്. അക്കാലത്തും മരണത്തിന് പൈസ കൊടുത്ത് അലമുറയിടുന്ന പെണ്ണുങ്ങളെ കൊണ്ടുവരാറുണ്ട്. ആ പരിപാടി എന്റെ മയ്യത്തിന് മുമ്പിൽ വേണ്ട. വലാ നാറാ, തീയെയും അടുപ്പിക്കരുത്. അങ്ങനെയുള്ള ഒരു ആധാരവും എന്റെ മയ്യത്തിന്റെ മുമ്പിൽ വേണ്ട. അവസാനം ഹബീബിന്റെ കൂടെ നിഴല് പോലെ നടന്ന ഇസ്ലാമിക ചരിത്രത്തിന്റെ ജാജ്വലമായ ചരിത്രത്തിന്റെ ശില്പി അംറു ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വസിയ്യത്തുണ്ട്. നമ്മളൊന്ന് ആലോചിച്ചു നോക്ക് മക്കളെ. ഫഇദാ അനമിതു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഫസന്നു അലയ്യ തുറാബ സന്നാ, എന്നെ മലത്തി കടത്തിയിട്ട് മൂടുപലക കബറിന്റെ മുകളിൽ വെച്ച് പിടിമണ്ണ് മാറിയിട്ട് നിങ്ങൾ കബറടക്കി മൈലാഞ്ചി ചെടിയും മീസാങ്കല്ലിന്റെ മുമ്പിൽ അടയാളം വെച്ചു കഴിഞ്ഞാൽ മക്കളെ ഉടനെ നിങ്ങൾ പോവരുത്. ഒരൊട്ടകത്തെ അറുത്ത് അതിന്റെ മാംസം വിതരണം ചെയ്യാൻ എത്ര സമയമെടുക്കുമോ അത്ര സമയം എന്റെ പൊന്നുമക്കളെ ഉപ്പാന്റെ കബറിന്റെ അടുക്കൽ നിങ്ങളൊന്ന് നിന്നേക്കണേ. എന്റെ പൊന്നുമക്കൾ എനിക്ക് വേണ്ടി ദുആ ചെയ്ത് എന്റെ കബറിന്റെ മുമ്പിൽ ഉണ്ട് എന്ന ധൈര്യത്തോട് മുൻകരടിനെ കീറിനോട് ഞാൻ മറുപടി പറയട്ടെ. എനിക്കൊരു ചോദ്യമില്ലേ? ആറടി മണ്ണിലെ കടക്ക് വെച്ച് മൂടുപലക വെച്ചിട്ടൊരു ചോദ്യമില്ലേ? ഇതാ താക്കൽ മലക്കാനിൽ അസ്വദാനിൽ ഹായിലാനിൽ കരീമാനി
ഫൈകലാക വഅജ്ലസക വസഅലക മൻ റബ്ബുക വമൻ നബിയുക വമൻ ഇമാമുക. എന്റെ പൊന്നുമക്കൾ എന്റെ ഖബറിന്റെ മുകളിൽ എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട് എന്ന ഉത്തമ ബോധ്യത്തോട് താഴത്തെ ചോദ്യത്തിന് മറുപടി പറയട്ടെ മക്കളെ. അതുകൊണ്ട് നിങ്ങൾ എന്റെ ഖബറടക്കിയാൽ ഒരൊട്ടകത്തെ അറുത്തിട്ടതിന്റെ മാംസം വിതരണം ചെയ്യുന്ന സമയം വരെ എന്റെ ഖബറിന്റെ മുമ്പിൽ ഒന്ന് നിന്നേക്കണേ. ഒരു മണിക്കൂർ നമ്മുടെ മക്കളേക്കോ ആ സമയത്ത് നമ്മുടെ മോളൊരു ഹാഫിളത്താണെങ്കിൽ, നമ്മുടെ മോനൊരു ഹാഫിളാണെങ്കിൽ, ആ ഖബറിന്റെ മൂടുപലകയിൽ മണ്ണിട്ട് മൈലാഞ്ചിച്ചെടി അടയാളം വെച്ച് തിരിച്ചു പോകുമ്പോ ഇതെന്നെ ഹാഫിളാക്കി എന്റെ ഉപ്പയാണ്, എന്റെ ഉമ്മയാണ് എന്ന് പറഞ്ഞ് ഒരു ജുസു ഖുർആൻ ഓതാൻ, ഒരു യാസീൻ ഓതാൻ നമ്മുടെ മക്കളെ പ്രാപ്തരാക്കുക. 6 അടി മണ്ണിൽ മലന്ന് കിടക്കുന്ന നേരത്ത് മണ്ണിന് മുകളിലെ ഒരു സമ്പാദ്യമായി നമ്മുടെ മക്കൾ മാറണമെങ്കിൽ ആ മക്കളെ ഹാഫിളീങ്ങളാക്കി, ഹാഫിളത്തുകളാക്കി, ആലിമത്തുകളാക്കി നാം നമ്മുടെ പരലോക ജീവിതത്തിലേക്കുള്ള പാതയം ഒരുക്കേണ്ടതുണ്ട്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഈ പ്രദേശത്തെ സംബന്ധിച്ചോളം വടക്കൻ മലബാറിലേക്ക് പോയാൽ ധാരാളം വനിതകളുടെ വിദ്യാഭ്യാസ സംരംഭങ്ങളുണ്ട്. അള്ളാഹു അതുപോലെയൊക്കെ തുടങ്ങാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാര്. 5 ഏക്കർ റബ്ബറും 10 ഏക്കർ റബ്ബറും കെട്ടിപ്പൂക്കി വെച്ചിട്ട് ഇതിന്റെ മൺപാലും എടുത്ത് വിറ്റിട്ടൊന്നും ഒരു കാര്യമില്ല. ഒരു മനുഷ്യനൊരു ഇൽമ. ഒരൊറ്റ ഉദാഹരണം പറയട്ടെ. നേരത്തെ ജലാലുദ്ദീൻ മൗലവി ഷഹീറുദ്ദീൻ മന്നാനിയുടെ ഉസ്താദ് പ്രസംഗിച്ചപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. ചടയമംഗലത്ത് വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഒരു മുദരിസ്, ആ മുദരിസിന്റെ ദറസില് ഇൽമ പഠിക്കാൻ വേണ്ടി വന്ന ഒരു കൊച്ചു ചെറുക്കൻ. ആ ചെറുക്കൻ അവിടെ പഠിച്ചു. അദ്ദേഹത്തിന്റെ അടുക്കൽ പിന്നെ വളർന്ന് തഫ്സീറും ഹദീസും പഠിച്ചു ഫാരിഗായി. ചടയമംഗലം മഹല്ലുകാർക്ക് അവർക്ക് ആവശ്യമുള്ള ഭക്ഷണവും സൗകര്യവും ഒക്കെ ചെയ്തു. ആ ശിഷ്യൻ വളർന്നു വലുതായി. അദ്ദേഹം അതേ നാട്ടിൽ ഒരു സ്ഥാപനം തുടങ്ങി. ഇവിടെ നിന്ന് ഇപ്പോൾ 27 ഹാഫിളുകളും 19ഓളം തർബിയത്ത് ചെയ്ത സ്ത്രീകളും വെളിയിലോട്ട് ഇറങ്ങുന്നു. അതായത് വർഷങ്ങൾക്ക് മുമ്പ് ജലാലുദ്ദീൻ മൗലവി ഒരു ദറസുമായിട്ട് വരുമ്പോ അവിടെ ഒരു മുത്തലിം വരുമ്പോ ഞാൻ ഈ കൊടുക്കുന്ന ഭക്ഷണവും ഈ ദറസിന് ചെയ്യുന്ന സഹായവും വർഷങ്ങൾക്ക് ശേഷം അതിന്റെ ഗുണം നമുക്ക് ഇവിടെ വെച്ച് കാണാൻ കഴിയുമെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടോ? ഇല്ല. ആ ഒരു പള്ളി ദറസിന്റെ, ഇപ്പൊ നമുക്ക് പള്ളി ദറസുകളില്ല, ആ ഒരു ദറസിന്റെ ഗുണമാണ് ഇന്നീ കാണുന്നതല്ല. ജലാലുദ്ദീൻ മൗലവിയുടെ അടുക്കൽ ഷഹീറുദ്ദീൻ മന്നാനിയുടെ ഉസ്താദാണ്. അദ്ദേഹം ആ പഠിച്ചു വെച്ച ഇൽമ് തന്റെ നാടിനു വേണ്ടി നൽകുന്നു. ഈ സ്ഥാപനത്തിന് ഒരു പ്രത്യേകത, ഇതിന് റിസീവർമാരില്ല, പ്രത്യേകിച്ച് പിരിവുകളൊന്നുമില്ല. ആദ്യമായിട്ടാണ് എന്നെ ഒരാൾ വിളിച്ചിട്ട് വാക്കവി പിരിക്കണ്ട എന്ന് പറയുന്നത് ഷഹീറുദ്ദീൻ മന്നാനിയാണ്. ബാക്കി എല്ലാരും എന്നെ വിളിക്കണത് പണ്ഡിതെന്നല്ല, ഫണ്ടിതെന്നാണ്. ഫണ്ട് ഉണ്ടാക്കുന്ന ആള്. മന്നാനി എന്നോട് പിരിക്കണ്ട. ഞാൻ ചോദിച്ചു, മിനിയാൻ തന്നെ വിളിക്കാം ഹബീബേ, എങ്ങനെയാ നടക്കുക? അത് നടക്കും അൽഹംദുലില്ലാഹ്. എന്തേലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ എൻ്റെ സുഹൃത്തുക്കളോട് പറയും. അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനം, ഉംറയിലൂടെ കിട്ടുന്ന വരുമാനം, അദ്ദേഹത്തിന്റെ സ്വന്തമായ വരുമാനം, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ വളരെ നിശബ്ദമായി, അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും അദ്ദേഹത്തിന്റെ സഹോദരങ്ങളും അവരൊക്കെയാണ് ഇതിന്റെ അയൽപക്കക്കാർ. ആ ദീനിനെ ഇഷ്ടപ്പെട്ട ഒരു കുടുംബം, അവരുടെ കൊച്ചു ഗ്രാമത്തിൽ ഒരു മനോഹരമായൊരു സ്ഥാപനം, നമ്മുടെ പെൺമക്കളെ തർബിയത്തിന് വിടാൻ, ഹാഫിളത്ത് കിട്ടാൻ. അക്കോണംകാരെ നിങ്ങൾ വലിയ ഭാഗ്യവാന്മാരാണ്. കാരണം എത്രയോ ആളുകൾ എന്നോട് ചോദിക്കാണ്, ഉസ്താദ് പെൺകുട്ടികൾക്കൊരു സ്ഥാപനം ഇല്ല, ഓപ്ഷൻ ഇല്ല. അതിനൊരു പരിഹാരം, ഇതിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച് ഇതിന്റെ എല്ലാ പുരോഗമനങ്ങളിലും നിങ്ങൾ തയ്യാറാവണം. ഇതൊരു സാമ്പത്തിക ലാഭത്തിനല്ല. അദ്ദേഹം, അദ്ദേഹത്തിന്റെ സഹോദരങ്ങളും അദ്ദേഹത്തിന്റെ ഭാര്യയും അവർക്കൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. അള്ളാഹു അവരെ ത്യാഗങ്ങളെ സ്വീകരിക്കട്ടെ. അവരൊക്കെ ആലിമീങ്ങളാണ്, ദീനിനെ സ്നേഹിക്കുന്നവരാണ്. അവരവരുടെ ഉള്ളിൽ ഈ സ്ഥാപനം നടത്തുമ്പോൾ അതൊരു വലിയ വെളിച്ചമാണ്. അതിനെ മാനസികമായി, സാമ്പത്തികമായി, ശാരീരികമായി ദുആ ചെയ്തതിനോട് കൂടെ നിൽക്കുക. അതിന് അള്ളാഹു നൽകുന്ന പ്രതിഫലം വലുതാണ്. പടച്ചോനെ എൻ്റെ കയ്യിൽ സമ്പത്ത് കൊടുക്കാനൊന്നുമില്ല, ആ സ്ഥാപനത്തെ നീ വിജയിപ്പിക്കണേ റബ്ബേ എന്ന് 5 വഖത്ത് ദുആ ചെയ്യാനെങ്ങാനും കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ മൻ അൻസാരി ഇലല്ലാഹ് എന്ന ചോദ്യത്തിൽ നമ്മൾ ഉണ്ടാകും. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇന്ന് ഈ സനദ് ദാനം നടക്കുമ്പോൾ ഇവിടെ നിറങ്ങിയ ഹാഫിളത്തുകൾ അത് ഈ നാടിന്റെ സമ്പത്താണ്. അള്ളാഹു നിലനിർത്തട്ടെ. ആ മാതാപിതാക്കളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, പ്രത്യേകിച്ച് ഷഹീറുദ്ദീൻ മന്നാനിയുടെ ഭാര്യയുടെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവ് ബദറുദ്ദീൻ സാഹിബ്, അദ്ദേഹം
കാരാളികോണം ജമാഅത്തുകാരനാണ്. ഞാൻ വന്നിട്ട് ഏതാണ്ട് 20 വർഷമാകുന്നു അവിടെ. ആ വന്ന കാലം മുതൽ ദീനിനെ സ്നേഹിക്കുകയും ആലിമീങ്ങളെ സ്നേഹിക്കുകയും എപ്പോഴും ഒരു ദീനീ സ്വഭാവം നിലനിർത്തിയ ആളാണ് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവ് ബദറുദ്ദീൻ സാഹിബ്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് പ്രദാനം ചെയ്യട്ടെ, മർഹമത്ത് പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ ഖബറുകളെ അള്ളാഹു വിശാലമാക്കട്ടെ. ഈ ദീനിനു വേണ്ടി സഹായിച്ചതിന്റെ പേരിൽ ഷഹീറുദ്ദീൻ മന്നാനി ഭാര്യ, ഇതിനോട് ഈ ഭാര്യ ഒരു പ്രധാനപ്പെട്ട കടമയാണ്. നിങ്ങൾക്ക് ഇതൊന്നും നടക്കൂല. നിങ്ങൾ മര്യാദയ്ക്ക് എൻ്റെ മക്കളെ നോക്കാൻ ഭാര്യ പറഞ്ഞാൽ, എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഈ കൊളംബസ് ഡിസ്കവേർഡ് അമേരിക്ക എന്നാണ് ആദ്യം ഇംഗ്ലീഷ് പഠിക്കുക. കൊളംബസ് ആണ് അമേരിക്ക കണ്ടുപിടിക്കാനുള്ള കാരണം, കൊളംബസ് ഒരു പായ്ക്കപ്പൽ ഇങ്ങനെ യാത്ര പോയി, ഒരു ലക്ഷ്യമില്ലാതെ പോയതാണ്, പോയ വഴിക്ക് കണ്ടുപിടിച്ചാണ്. ആരോ പറഞ്ഞു കൊളംബസ് എങ്ങാനും കല്യാണം കഴിച്ചെങ്കിൽ അമേരിക്ക കണ്ടുപിടിക്കൂലായിരുന്നു. പായ്ക്കപ്പലൊക്കെ റെഡിയാക്കിയിട്ട് നിങ്ങൾ അങ്ങോട്ട് പോവാൻ മനുഷ്യനെ, ഒരു രക്ഷയില്ല, ഞാൻ കടലിൽ പോവാ, അല്ലാണോ ഇത് പറ്റൂല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അമേരിക്ക കണ്ടുപിടിക്കില്ല. ഏതിൻ്റെയും പുറകിൽ ഒരു ഭാര്യയുടെ, ഷഹീറുദ്ദീൻ മന്നാനിയുടെ ഭാര്യ, അദ്ദേഹത്തിന്റെ സഹോദരൻ, കുടുംബങ്ങൾ, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഒരു പങ്ക് വലുതാണ്. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അള്ളാഹിന്റെ റസൂലും പോകുമ്പോ ദാത്തു നിത്താക്കൈന് ഇരട്ടപ്പട്ടക്കാരി ഈ ഭക്ഷണം പൊതിഞ്ഞു കെട്ടി പുറകെ നടന്നുപോയ ഒരു സ്ത്രീയാണ് ഒന്നുമില്ലാത്ത കാലത്ത് ഇസ്ലാമിന്റെ അടിത്തറ പാകിയത്. അള്ളാഹു അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു, അള്ളാഹു അസ്മാ ബീവിയെ പോലെ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. കുടുംബം കൊടുക്കുന്ന ആ സപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. അള്ളാഹു ആ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. അവരുടെ മാതാപിതാക്കൾക്ക് അള്ളാഹുവിന് അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന ദുആയോടുകൂടി ഇൻഷാ അല്ലാഹ് ഞാൻ അങ്ങോട്ട് പോകും. എനിക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. ബഹുമാനപ്പെട്ട ഖാലിദ് മൗലാന പാനിപ്ര ആണ്. ഞാൻ പല ദുആയിലും അദ്ദേഹത്തെ പങ്കെടുത്തിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മഹാനവറുകളുടെ ദുആ വളരെ പ്രധാനപ്പെട്ട ഒരു ദുആയും കൂടിയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല മഹാനവറുകൾക്ക് കണ്ണിന് കാഴ്ചയില്ല, പക്ഷേ ബസീറത്തിന്റെ കാഴ്ചയുണ്ട്. ആ ദുആയിൽ പങ്കെടുത്ത് ഇൻഷാ അല്ലാഹ് ദുആയ്ക്ക് ഇജാബത്തുണ്ടെന്ന് പല അനുഭവങ്ങളും നമുക്കുണ്ട്. അല്ലാഹു മഹാനവറുകൾക്ക് ആരോഗ്യത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആയിൽ മറക്കരുത്. മഅ തഹിയ്യത്തി വസ്സലാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.